സമസ്തയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചു മുസ്ലിം ലീഗ്. സുപ്രഭാതം ദുബായ് എഡിഷൻ ഉദ്ഘാടനം ലീഗ് നേതാക്കൾ ബഹിഷ്കരിക്കും. UAE KMCC ഭാരവാഹികൾ പങ്കെടുക്കരുത് എന്ന പ്രസിഡന്റിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. സുപ്രഭാതത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് കളിക്കുകയാണ്. അദ്ദേഹത്തെ കൂട്ടിയിരിക്കാൻ ഒരു 2-3 ആളുകളേ ഉള്ളൂ. സുപ്രഭാതത്തിലെ എല്ലാവരും അല്ലെങ്കിൽ സമസ്തയിലെ എല്ലാവരും ഇത് കൂട്ടി നിൽക്കുന്നില്ല. അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ അറിവോടെ നടന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു തിരുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ വളരെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെയാണ് അതിൻ്റെ ആളുകളൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. അപ്പം അതിലുള്ള പ്രതിഷേധമായിട്ട് നമ്മൾ ഇത് ബഹിഷ്കരിക്കും. എന്നാൽ ലീഗുകാരുടെ സഹായം അവർക്ക് ഉണ്ടാവില്ല എന്ന് തോന്നൽ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അവർ മാറുമല്ലോ, അവർ ചിന്താഗതി എന്ന നിലക്കാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തീരുമാനിച്ചത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട് കോഴിക്കോട് നിന്നും. ഷഹീദ്, ഇപ്പോൾ ഈ സുപ്രഭാതത്തിന്റെ ചിത്രമൊക്കെ പങ്കുവെച്ചാണ് അല്ലേ LDF നേതാക്കളും സ്ഥാനാർത്ഥിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നു, ഈ ഭാഗത്ത് ലീഗ് നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ ഒരു തർക്കങ്ങൾ ഒരു തരത്തിലും സമവായത്തിൽ എത്തുന്നില്ല എന്നതിൻ്റെ സൂചനയാണല്ലേ? ഇത് വിഷയം സമവായത്തിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല, ലീഗ് സമസ്ത തർക്കം ഇതൊരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് വളരെ സുപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്ന് ഗൾഫ് എഡിഷൻ, സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ദുബൈയിൽ വെച്ച് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് സ്വാദിഖലി തങ്ങളുടെയും ഒക്കെ ഫോട്ടോ വെച്ചുള്ള നോട്ടീസൊക്കെ പുറത്തിറക്കി അങ്ങനെ വലിയ പരിപാടിയായി സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ ലീഗ് നേതൃത്വം പൂർണ്ണമായും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഇന്നേ ദിവസം, അതായത് ഈ മെയ് 18-ന് കോഴിക്കോട് തന്നെ ഒരു ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവലോകനം ചെയ്യാൻ വേണ്ടി മുസ്ലിം ലീഗ് നേതൃയോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ യോഗത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം വന്നിരിക്കുന്നത്. ഇരു നേതാക്കളും പോകുന്നില്ല. അത് മാത്രമല്ല, ഈ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു നീക്കവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊരു വിമർശനം കൂടി സമസ്തക്കുള്ളിൽ ഉയരുന്നു. രമേശ് ചെന്നിത്തലക്ക് നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ എടുത്തു നൽകിയിരുന്നു. അവസാന നിമിഷം രമേശ് ചെന്നിത്തല പിന്മാറി. പക്ഷേ K മുരളീധരൻ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രാതിനിധ്യവും ആ പരിപാടിക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമായ രീതിയിലേക്ക് സമസ്ത ലീഗ് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. അത് മാത്രമല്ല, ഈ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പോഷക സംഘടനയായ KMCC-യുടെ പ്രധാനപ്പെട്ട നേതാവാണ് UAE-യുടെ പ്രസിഡന്റാണ് പുത്തൂർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയുണ്ടായി. അതായത് ഈ പരിപാടിയിൽ നിന്നും ഭാരവാഹികളായ ഈ KMCC-യുടെ ഭാരവാഹികൾ പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നൊരു ആഹ്വാനം. ഇത് മുൻപൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ആഹ്വാനമാണ് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇത്തരം ഉള്ളിൽ പാർട്ടി സംഘടനയ്ക്കുള്ളിൽ വെച്ച് ചില പോരുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ കൂടി ഈ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് മുസ്ലിം ലീഗ് പോയിരുന്നില്ല. പക്ഷേ ആ തരത്തിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നു. പോര് കടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് സമസ്ത അഭിപ്രായ വ്യത്യാസം അത് അടുത്ത ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു.